സാമ്പാർ കഴിക്കട്ടെ? ചോറ് കിട്ടി. ചോറ് വേണോ? സാമ്പാർ വേണോ? ശ്രീകുമാരേട്ടാ സാമ്പാർ വേണോ? സാമ്പാർ വേണോ? സാമ്പാർ വേണോ? അമ്മ കഴിയമ്മ കഴി. എന്താ പറ്റിയേ? പനിയാണോ? പ്രിയ പ്രേക്ഷകരെ, നമ്മളിൽ എത്ര പേർക്ക് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ കഴിയും? എത്ര പേർക്ക് മറ്റൊരാൾക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകാൻ കഴിയും? എത്ര പേർക്ക് ചികിത്സയിലിരിക്കുന്നവർക്ക് മരുന്നുകൾ വാങ്ങി നൽകാൻ കഴിയും? എന്നാൽ എല്ലാ ദിവസവും 140ഓളം വരുന്ന വാർദ്ധക്യമെത്തിയ അച്ഛനമ്മമാർ താമസിക്കുന്ന ഈ സ്ഥാപനം കണ്ടോ? ഭക്ഷണവും വസ്ത്രവും മരുന്നുമൊക്കെ വാങ്ങി നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടുത്തെ അന്തേവാസികൾ ആരും തന്നെ ആരോരും ഇല്ലാത്തവരായിരുന്നില്ല. മറിച്ച് സമൂഹത്തിൻ്റെ എവിടെയൊക്കെയോ ജനിച്ച് ബാല്യവും കൗമാരവും യൗവനവും കടന്ന് വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ ഭക്ഷണ പദാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കറിവേപ്പല പോലെ ആരൊക്കെയോ തെരുവിൽ വലിച്ചെറിഞ്ഞ ജീവിതങ്ങളാണ് ഈ കാണുന്നത്. അവരാണ് ഇവിടെ കഴിയുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ തേവലക്കര പഞ്ചായത്തിൽ കോയിവിള എന്ന പ്രദേശത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു അഗതി മന്ദിരമാണ് ബിഷപ്പ് ജെറോം അഭയമന്ദിരം. ഇവിടെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. നാം ഓരോരുത്തരും തന്നെയാണ് അതിനൊക്കെ കാരണവും. വാർദ്ധക്യത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ട് പലരും മാതാപിതാക്കളെ തള്ളുന്നതും മാനസിക നില തെറ്റി സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുമൊക്കെയാണ് ഈ കാണുന്നത്. 140ഓളം വരുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു നൽകാമോ? നിങ്ങളുടെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഇവരുടെയൊക്കെ മുഖം കൂടിയൊന്ന് ഓർക്കാമോ? ഇത്രയും ആളുകൾ പാർക്കുന്ന ഈ സ്ഥലത്ത് ഒരു ആംബുലൻസ് സർവീസ് പോലും ഇവർക്ക് സ്വന്തമായില്ല. പലരും വാർദ്ധക്യത്തിൽ എത്താറുള്ള രോഗങ്ങളുടെ പിടിയിലുമാണ്. ഇവരെ ഒന്ന് സഹായിക്കണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു നൽകാമോ? ഓർക്കുക, ഇഹത്തിലും പരപ്പിലും അമ്മയ്ക്ക് സമമായി ഒരു ദൈവവുമില്ല, അച്ഛനെപ്പോലെ ഒരു ഗുരുവുമില്ല. ജീവനും ജീവിതവും അർപ്പിച്ച് നമ്മളെയൊക്കെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് എത്ര വലിയ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടാകില്ല. ഈ കുഞ്ഞച്ചൻ ആറാടമ്പാപ്പാടെ ഈ അഭയകേന്ദ്രത്തിൽ ഞാൻ 1 വർഷം കൂടെ അധ്യാപകയായിട്ട് ഇവിടെ എനിക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷെ 3 പ്രാവശ്യം അസുഖം വന്നപ്പം ആ പപ്പ ആംബുലൻസ് വിളിക്കാൻ പോയി. അതുകൊണ്ട് ദയവായിട്ട് ഒരു ആംബുലൻസ് ആണ് അത്യാവശ്യം. തിരിയുന്ന ആളുകളാണ് നമുക്കുള്ളത്. അവരെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമുക്കൊരു ആംബുലൻസ് ആവശ്യമാണ്. പിന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇവരുടെ ദൈനംദിന കാര്യങ്ങള്, ഇവരെ നോക്കാനുള്ള സ്റ്റാഫുകള്, അവർക്കുള്ള പേയ്മെന്റുകള്, ഇവർക്കുള്ള ഡ്രസ്സുകള്, നിത്യോപക സാധനങ്ങളൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. 140 ആളുകളുണ്ട് നമ്മുടെ സ്ഥാപനത്തില്. ഭക്ഷണം നമുക്ക് ചവറയിൽ ഒരാൾ സ്പോൺസർ ചെയ്തതായത്. ഇന്നത്തെ ഭക്ഷണം ഇല്ല, ഇടയ്ക്കും മുറയ്ക്കൊക്കെ കിട്ടാറുണ്ട്, എല്ലാ ദിവസവും ഇല്ല.